മോക്ഷകവാടം തുറക്കും രക്ഷാകര ഓസ്തിയേ, ശത്രുവിനണികൾ തകർക്കാൻ ശക്തിയും തുണയും തരേണം. ത്രിത്വൈക ദൈവത്തിനെന്നും സ്തോത്രമുണ്ടായിടേണം. സ്വർഗത്തിലങ്ങേ വണങ്ങാം, ഞങ്ങൾക്കു കൃപ നൽകിടേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രത്യേകമായി നമ്മളിന്ന് വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയ ദൈവകരുണയുടെ എല്ലാ പ്രവർത്തനങ്ങളും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. വളരെ പ്രത്യേകിച്ച് ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് ആവശ്യപ്പെട്ട പീഠാസഹന ധ്യാനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനോട് പറയുന്നു, എൻ്റെ മകളെ, ഭക്ത്യാദരങ്ങളോടെ എൻ്റെ പീഠാസഹനത്തെക്കുറിച്ച് ധ്യാനിക്കുന്ന ആത്മാക്കൾക്ക് ഞാൻ ഉന്നതമായ കൃപകൾ നൽകും. എൻ്റെ കഠിനവേദനയുടെ ആധിക്യത്താൽ കുരിശിൽ ഞാൻ സമ്പൂർണ്ണ സമർപ്പണം നടത്തിയ സമയമാണ് 3 മണി. ലോകത്തിൻ്റെ കരുണ സ്വന്തമാക്കാനുള്ള മണിക്കൂറാണിത്. ഈ 3 മണി സമയം എൻ്റെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയിൽ എന്നോട് അപേക്ഷിക്കുന്ന ഒരു കാര്യവും ഞാൻ ആത്മാക്കൾക്ക് നിഷേധിക്കുകയില്ല. എൻ്റെ മകളെ, നീ ഓർമ്മിക്കുക, ക്ലോക്കിൽ 3 മണി അടിക്കുന്നത് കേൾക്കുമ്പോഴെല്ലാം എൻ്റെ കരുണയെ ആരാധിച്ച് പുകഴ്ത്തിക്കൊണ്ട് നീ അതിൽ പൂർണ്ണമായി നിമഗ്നയായി ലോകം മുഴുവനും വേണ്ടി, കഠിന പാപികൾക്ക് വേണ്ടി കരുണയുടെ സർവശക്തി യാചിക്കുക. ഈ നിമിഷമാണ് എല്ലാ ആത്മാക്കൾക്കും വേണ്ടിയുള്ള കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടത്. ഈ മണിക്കൂറിൽ നിനക്കും മറ്റുള്ളവർക്കും വേണ്ടി ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നു. നീതിയുടെ മേൽ കരുണയുടെ വിജയം വരിച്ച സമയമാണിത്. എൻ്റെ മകളെ, നിന്റെ ചുമതലകൾ നിന്നെ അനുവദിക്കുന്നുവെങ്കിൽ ഈ മണിക്കൂറിൽ കുരിശിൻ്റെ വഴി നടത്തുക. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ദൈവാലയത്തിൽ പ്രവേശിച്ച് കരുണ നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഹൃദയം തന്നെയായ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ നീ എവിടെ ആയിരിക്കുന്നുവോ അവിടെ കുറച്ച് സമയമെങ്കിലും പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ഈശോയെ അഭിസംബോധന ചെയ്ത് പ്രാർത്ഥിക്കുക. ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ യോഗ്യതയിൽ പ്രാർത്ഥിക്കുക. 3 മണി അടിക്കുമ്പോൾ നാം എന്താണ് ചെയ്തതെന്ന് ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ദൈവത്തിൻ്റെ കരുണയെ, ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തെ ആരാധിച്ച് പുകഴ്ത്തി അതിൽ നിമഗ്നയാകുക. ഈ സമയം പ്രത്യേകിച്ച് ലോകം മുഴുവനും വേണ്ടി, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് വേണ്ടി കരുണ യാചിക്കേണ്ട സമയമാണിത്. സാധിക്കുമെങ്കിൽ
കുരിശിൻ്റെ വഴി നടത്താൻ ഈശോ ഓർമ്മിക്കുന്നെങ്കിൽ, അതിനും കഴിഞ്ഞില്ലെങ്കിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അല്പസമയം ധ്യാനിക്കുവാനും ആരാധിക്കുവാനും കർത്താവ് ആവശ്യപ്പെടുന്നു. ഈശോ അനുഭവിച്ച പീഠാനുഭവത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ഈ സമയത്ത് നമുക്ക് ധ്യാനിക്കാം. അതിനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എവിടെയായാലും അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും മുഴുകുക. വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ കർത്താവ് തന്ന ഈ വലിയ കൃപ നമുക്ക് സ്വന്തമാക്കാം. യേശുവിൻ്റെ കാരുണ്യത്തിൽ പരിപൂർണമായും നമ്മെ സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. ലോകത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി, ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി, തകർന്നുപോയവർക്ക് വേണ്ടി, സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന യാചിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങ് സ്ഥാപിച്ച തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന പാപ്പായെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ശുശ്രൂഷകരെയും ദൈവമക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. പെന്തക്കോസ്ത നാളിൽ അങ്ങ് നൽകിയ വലിയ അഗ്നി പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൃപകളും കൊണ്ട് ഞങ്ങളെ ലോകത്തെ നിറയ്ക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. കുടുംബത്തിലെ സങ്കീർണതകൾ, സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ, മുറിവുകൾ, ഓർമ്മകൾ, വേദനകൾ, ഉത്കണ്ഠകൾ ഞങ്ങൾ തിരുമുമ്പിൽ നൽകുന്നു. കരുണാമനായ ഈശോയെ, അങ്ങ് കാൽവരി ചിന്തിയ ഹൃദയ രക്തത്തിൻ്റെ യോഗ്യതയാൽ എല്ലാ കുടുംബങ്ങളെയും സമൂഹത്തെയും ലോകത്തെയും സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, വിവിധ രോഗങ്ങളാൽ തകർന്നുപോയവർ, തളർന്നുപോയവർ, ആശുപത്രികളും അതുപോലെ മരണത്തിൻ്റെ താഴ്വരയിലുമുള്ള എല്ലാ രോഗികളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യദായകനായ ഈശോയെ, അങ്ങയുടെ കാരുണ്യത്താൽ, അങ്ങയുടെ കൃപയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ രോഗികളെയും സുഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ,
പഠിക്കുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവരുടെ പരീക്ഷകൾ, അവരുടെ ജീവിതം, ജീവിത വിശുദ്ധി, തൊഴിൽ മേഖലകൾ, ഭാവി, ഉള്ളവുമെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ പഠിക്കുന്ന മക്കൾക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക് ജ്ഞാനം നൽകണമേ, നല്ല ഓർമ്മശക്തി നൽകണമേ, ബുദ്ധിശക്തി നൽകണമേ, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണമേ. നല്ല ജീവിതമാർഗവും ജീവിതാന്തസ്സും അങ്ങയുടെ പരിശുദ്ധിയും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഒരാപത്ത് നിനക്ക് വരില്ല എന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കർത്താവേ, മരണാസന്നരായ ഞങ്ങളുടെ സഹോദരങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ ആശ്വസിപ്പിക്കണമേ, അവരെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, വിവിധ കാരണങ്ങളാൽ മുറിവേറ്റവർ, സമാധാനം നഷ്ടപ്പെട്ടവർ, കുറ്റബോധത്തിലും ആത്മഹത്യാ ചിന്തകളിൽ ജീവിക്കുന്നവർ ഞങ്ങൾ ഓർമ്മിക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ, രാഷ്ട്രങ്ങളെ ഞങ്ങൾ ഓർമ്മിക്കുന്നു. സമാധാന രാജാവായ ദൈവമേ, അങ്ങേ അഗാധമായ കരുണയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ഈശോയെ, കടബാധ്യതയിൽ കുടുങ്ങിപ്പോയവർ, മദ്യത്തിനും മയക്കുമരുന്നിനും തെറ്റായ ജീവിത രീതികളിലും മ്ലേച്ഛകളിലും ബന്ധങ്ങളിലും മാധ്യമങ്ങളിലും കുടുങ്ങിപ്പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങ് ഓർമ്മിക്കുന്നു. യേശുവേ, അങ്ങ് അവരെ കാണണമേ, അങ്ങ് സുഖപ്പെടുത്തണമേ. ഈശോയെ, അങ്ങ് കാൽവരി ചിന്തിയ അമൂല്യമായ തിരുരക്തത്തിൻ്റെ കൃപയാൽ, ശക്തിയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഖപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു. മഹാകാരുണ്യത്തിൻ്റെ നാഥനായ യേശുവേ, ഞങ്ങളുടെ ഇടയിൽ നിന്ന് നിത്യതയിലേക്ക് കടന്നുപോയ സകല മരിച്ചവരെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ആത്മാക്കളെയും ഞങ്ങൾ ഓർമ്മിക്കുന്നു. അവർക്ക് വേണ്ടി കരുണയ്ക്കായി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത സ്വർഗീയ സമാധാനം, നിത്യജീവൻ ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ.
സർവശക്തനും നിത്യനുമായ മഹാകാരുണ്യത്തിൻ്റെ നാഥനായ ഈശോയുടെ മുമ്പിൽ വ്യക്തിപരമായി നമുക്ക് സമർപ്പിക്കാനുള്ളതെല്ലാം സമർപ്പിക്കാം. നമ്മുടെ മുറിവുകൾ, ഓർമ്മകൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, ഉള്ളവുമെല്ലാം സമർപ്പിക്കാം. ഈശോയ്ക്ക് പ്രത്യേകമായി നമ്മൾക്ക് യാചിക്കേണ്ട നമ്മുടെ നിയോഗങ്ങൾ കാരുണ്യനാഥൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരൻ്റെ പീഠാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അവിടുത്തെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ, ദൈവവും മനുജ
തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാൽ ഒളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ